ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 5 ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ 6th പാർട്ടാണ്. ഇതിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്രോച്ചസൊക്കെ നമുക്ക് ടൈം ഉണ്ടെന്ന് നോക്കാം. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചും അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യനും ആയിരിക്കും ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്സും വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അപ്രോച്ച് പോലെ തന്നെ ആണ്. ചെറിയ ചെറിയ ഡിഫറൻസ് എല്ലാത്തിലും പിന്നെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും, കുറച്ച് ഡിഫറൻസും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതുള്ളതൊക്കെ. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇറലവൻസ് തിയറിയിൽ വരുന്നതാണ്. റെലവൻസിലല്ല, ഇറലവൻസിൽ. അതായത് ഡെപ്റ്റിൻ്റെ ചേഞ്ച് കൊണ്ട് എന്താവില്ല, ഡെപ്റ്റ് ഉള്ളതിനെ കൊണ്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരിക്കലും വാല്യൂ ഓഫ് ദ ഫേം കൂടില്ല എന്നുള്ള അസംഷൻ ഉള്ളതാണ് ഏത് ഇറലവൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇറലവൻസ് തിയറിയിൽ രണ്ടെണ്ണത്തിൽ ഒന്നാണിത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്താണ് ഈ അപ്രോച്ചിൽ പറയുന്നത്? ഈ അപ്രോച്ച് ഓരോ തിയറീസ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോ കണ്ടുപിടിച്ച ആൾക്കാർ പിന്നെ അവരോരോ റിസർച്ച് നടത്തി കുറേ അങ്ങനെ റിസർച്ചൊക്കെ നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതായത് അവരുടെ രീതിയിൽ അന്നത്തെ കാലത്ത് അവർക്ക് ശരിയാണെന്ന് തോന്നിയ അസംഷൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് എന്ത്, ഈ 5 തിയറീസും. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഇതാണ് ശരി മറ്റേതാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർ അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്തിനു പിന്നെ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് നമ്മളെ ICAൻ്റെ സിലബസിലുണ്ട്. അതുപോലെ തന്നെ എക്സാമിന് നമുക്ക് ചോദിക്കുകയും ചെയ്യും. അതിനെക്കൊണ്ടും പിന്നെ വാല്യൂ ഓഫ് ദ ഫേമിൻ്റെ ഒരു ചെറിയ ബേസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ശരിക്കും നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം, അതായത് ബിസിനസ് വാല്യുവേഷൻ ചെയ്യുന്നത്, അത് നമുക്ക് ഫൈനലിൽ പഠിക്കാനുണ്ട് എങ്ങനെയാണ് ബിസിനസ് വാല്യുവേഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ബേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം ഇതിനെ. അപ്പോൾ ഇതിൽ ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിലെ അസംഷൻ എന്താണ്, ഡെപ്റ്റ് വിൽ നോട്ട് ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ ഫേം. അതായത് ഇറലവൻസ് തിയറിയാണ്. ഡെപ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച് വാല്യൂ ഓഫ് ദ ഫേം മാറാൻ പോകുന്നൊന്നുമില്ല എന്നാണ് എന്ത് പറയുന്നത്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ എന്താണ്, KD ആൻഡ് KO ഈസ് കോൺസ്റ്റൻറ്റ്. KDയും KOയും കോൺസ്റ്റൻ്റ് ആണ്. KE ചേഞ്ചസ്. KDയും അതുപോലെ തന്നെ KOയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബട്ട് KE ചേഞ്ച് ചെയ്യും. അതാണ് ഈ അപ്രോച്ചിൽ പറയുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ KOയും ചാർട്ട് ഉണ്ടല്ലേ, KOയും KDയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബട്ട് KE എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾക്ക് എവിടെ കാണാം? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കല്ലേ, ഏത് ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചിലെ ഫേസ് 2 ഇല്ലേ, ഫേസ് 2 എന്താ പറയുന്നത്, ആ ഫേസ് 2 അതുമായിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലിങ്ക് ചെയ്യാം. കാരണം ഫേസ് 2 പറയുന്നത് എന്താ വെച്ചാൽ KO കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ KDയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബട്ട് KE ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അതേ സംഭവം തന്നെയാണ് എന്ത് വരുന്നത്, ഇവിടെ വരുന്നത്. അതായത് ഇവിടെ നിങ്ങൾ ഇത് ത്രൂ ഔട്ട് ദ ഫേസ്, അതായത് ഒരു ഫേസ് ഇത്ര ഫേസിന് എന്നല്ല, ഇത്ര വരെ ഡെപ്റ്റ് എടുത്താൽ ഇത്ര KE, ഇത്ര വരെ ഡെപ്റ്റ് എടുത്താൽ ഇത്ര KE, അങ്ങനെയല്ല. ഇവിടെ നിങ്ങളെ എത്ര ഡെപ്റ്റ് ഉണ്ടെങ്കിലും ഡെപ്റ്റിൻ്റെ കോസ്റ്റ് സെയിം ആയിരിക്കും. അതാണ് ഇവിടുത്തെ അസംഷൻ വരുന്നത്. അതായത് KDയും KOയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ KO എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആവുന്നത്, KE ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ KO എന്തുകൊണ്ട് കോൺസ്റ്റൻ്റ് ആവുന്നു? അത് നമ്മൾ ഓൾറെഡി കണ്ടത് തന്നെയാണ്. എന്ത്, ഈ KDൻ്റെ വെയിറ്റ് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് KO കൂടിക്കൊണ്ടിരിക്കുകയാണ്.
കേടിൻ്റെ വെയിറ്റ് കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഈ കേടിക്കൊരു 5% ഒക്കെ എന്തുണ്ടാവുള്ളൂ, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുള്ളൂ. ബട്ട് കെയ്ക്ക് ഒരു 10% ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇത് നമ്മൾ 10% ഇൻറ്റു 50% പ്ലസ് 5% ഇൻറ്റു 50% ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 7.5% ആണ് കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ 50% ഡെപ്റ്റും അതുപോലെ തന്നെ 50% ഇക്വിറ്റി ഉള്ള കേസ് ആണെങ്കിലാണ്. ഇപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ഡെപ്റ്റ് കൂട്ടുകയാണ്. അതായത് ഡെപ്റ്റ് 5% ഉള്ള ഡെപ്റ്റിൻ്റെ വെയിറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫണ്ട് ചെയ്യാണ്. അപ്പോൾ ആ ടൈമിൽ എന്തായിരിക്കും, ഇവിടുത്തെ വെയിറ്റ് കൂടും. അതായത് 5% ഇൻറ്റു ഒരു 60 or 70% ഒക്കെ ആയി, 60% ആയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ 60% ഡെപ്റ്റ് കൂട്ടുന്നതനുസരിച്ച് എന്ത് കൂടും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കെയിൻ്റെ റിസ്ക് കൂടും. കാരണം അത്രയും ഇൻട്രസ്റ്റ് നമ്മൾ അടിക്കണം. അതിപ്പോൾ അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇക്വിറ്റി ഹോൾഡേഴ്സിനാണ് നഷ്ടം വരിക. അപ്പം ആ റിസ്ക് കൂടുന്നതനുസരിച്ച് കെ കൂടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ ചേഞ്ച് എന്ത് ചെയ്യും, ഇവിടെ ചേഞ്ച് ആവും. അതായത് ഇപ്പോൾ കെ ഒരു 11% അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് 40% ഇൻറ്റു 11% വെച്ചിട്ട് 4.4 പ്ലസ് 3 = 7.4%. ഏകദേശം റെഡി ആയി വരും. ഏകദേശം അല്ല, ശരിക്കും റെഡി ആയി വരും. ഇതിപ്പോൾ നമ്മളൊരു ആക്യുറേറ്റ് അല്ലാതെ ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി കാണിച്ചത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ആയത്. അതായത് ആ ഡെപ്റ്റിൻ്റെ ഡെപ്റ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കിട്ടുന്ന ആ ബെനിഫിറ്റ് എവിടെ പോകുന്നു, കെ ഇൻക്രീസ് ചെയ്യുന്നതിനെ കൊണ്ട് അത് രണ്ടും സെറ്റ് ഓഫ് ആയി പോകുന്നു. അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനെ കൊണ്ടാണ് എന്ത് കെ ഒ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. കെ ഒയും അതുപോലെ തന്നെ കെ ഡിയും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് എന്താണ് ഇത് പറയുന്നത് നോക്കാം. വൈ ദിസ് അസംഷൻ ഡെപ്റ്റ് വിൽ മേക്ക് സം ബെനിഫിറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ ഇൻ ഏർണിങ്സ്, ബട്ട് the more usage of debt will also increase the cost of equity. ഇക്വിറ്റിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. റിസ്ക് ഓഫ് ഇക്വിറ്റി ഹോൾഡേഴ്സ് ഇൻക്രീസ് ആൻഡ് ദ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ ഓൾസോ ഇൻക്രീസസ് ആൻഡ് ബോത്ത് വിൽ ബി സെറ്റ് ഓഫ്. അതായത് ഡെപ്റ്റിനെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ കോസ്റ്റ് കൂടുന്നുണ്ട്. കോസ്റ്റ് കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും, വെയ്റ്റഡ് ആവറേജ് എടുത്ത് നമ്മൾ ടോട്ടൽ ഓവറോൾ കോസ്റ്റ് നോക്കുമ്പം എന്തായിരിക്കും, അത് സെറ്റ് ഓഫ് ആയി നമ്മളെ കെ ഒ എത്രയാണോ ആദ്യം ഉണ്ടായിരുന്നത് അത് തന്നെ ആയിരിക്കും എന്ത് വരിക, കെ ഒ വരിക. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ചെയ്യുക? ഇത് ക്വസ്റ്റ്യനിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് ചെയ്യുക. പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് ഒന്നും എക്സ്ട്രാ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അതായത് അതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് സ്റ്റെപ്സ് എങ്ങനെ ആയിരിക്കും. ആദ്യം തന്നെ EBIT നമ്മൾ കണ്ടുപിടിക്കാനുണ്ടാവും. EBIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആൻഡ് EBT നെറ്റ് ഇൻകവും. EBT എന്ന് പറഞ്ഞാൽ EBIT മൈനസ് ഇൻട്രസ്റ്റ്, അത് നമുക്കറിയാലോ. അതായത് നമ്മൾ സാധാ കേസിൽ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് കമ്പ്യൂട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫോം. ഇവിടെയാണ് ഇവിടെ ചെറിയ ഡിഫറൻസ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ 2 ക്വസ്റ്റ്യൻസിൽ എന്താണ് കണ്ടത്, ആദ്യം നമ്മൾ EBIT കണ്ടുപിടിക്കും, പിന്നെ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കും, പിന്നെ വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിച്ചിട്ട് വാല്യൂ ഓഫ് ദ ഫേം ആണ് നമ്മൾ കണ്ടുപിടിക്കുക. കാരണം അതിൽ എന്താണ് നമുക്ക് അറിയുന്നത്, കെ ഒ നമ്മൾ അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കെ ഒ അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ കെ ഒ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അതായത് എത്ര നമ്മളെന്ത് പിന്നെ ഡെപ്റ്റ് കൂട്ടി ഇക്വിറ്റി കുറച്ചാലും പിന്നെ ഡെപ്റ്റ് കുറച്ചിട്ട് ഇക്വിറ്റി കൂട്ടിയാലും ഒക്കെ എന്തെന്നെ ആയിരിക്കും, വാല്യൂ ഓഫ് ദ കെ ഒ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും കണ്ടുപിടിക്കാൻ പറയാമെന്നറിയോ, കണ്ടുപിടിക്കാൻ പറയാം കെ ഇ ആയിരിക്കും. അതായത് ചേഞ്ച് ചെയ്യുന്ന ഫാക്ടർ എന്താണ്, കെ ഇ ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഡെപ്റ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്താൽ കെ ഇ കൂടും. അപ്പം ആ ചേഞ്ച്, അതായത് കെ ഇ എത്ര കൂടുന്നു എന്നുള്ളതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുക ഈ കേസിൽ. അപ്പോൾ കെ ഇ ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ഫാക്ടർ എന്താണ്, കെ ഇ ആണ്. അപ്പം കെ ഇനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക.
അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, EBT കണ്ടു, എന്നിട്ട് EBIT കണ്ടു, എന്നിട്ട് EBT കണ്ടുവെക്കും. എന്നിട്ട് സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് വാല്യൂ ഓഫ് ദ ഫേം എത്രയാണെന്ന് കണ്ടുപിടിക്കും. വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ്? വാല്യൂ ഓഫ് ദ ഫേം EBIT ഡിവൈഡഡ് ബൈ KO. KO ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും, EBIT തന്നിട്ടുണ്ടാവും. അപ്പം EBIT ഡിവൈഡ് ബൈ KO ചെയ്തിട്ട് വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുന്നു. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? കമ്പ്യൂട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു. ഡെപ്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ നമ്മൾ സാധാ ചെയ്യും പോലെ തന്നെ D is equal to ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KD ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റെപ്പ് 4 എന്താ വരുന്നത്? കമ്പ്യൂട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിന്റെ മാർക്കറ്റ് വാല്യൂ. ഇതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇക്വിറ്റി ഇസ് ഈക്വൽ ടു, അതായത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റിന്റെ വാല്യൂ അതുപോലെ തന്നെ ഡെപ്റ്റിന്റെ വാല്യൂയും കൂടിയതാണ്. അപ്പം നമ്മൾ ഇക്വിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഇക്വിറ്റിനെ ഇവിടെ നിർത്തിയിട്ട് ഡീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പം എന്ത് വരും? ഈ ഇക്വിറ്റി ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫേം മൈനസ് ഡെപ്റ്റ് എന്ന് വരും. ഇങ്ങനെയാണ് വരിക. ഓക്കെ ആണല്ലോ? അപ്പം ഇക്വിറ്റിന്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേമിന്ന് എന്ത് ചെയ്യുക? ഡെപ്റ്റിന്റെ വാല്യൂ കുറച്ചാൽ ഇക്വിറ്റിന്റെ വാല്യൂ കിട്ടും. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റലിന്റെ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? കാരണം നമ്മൾക്ക് എന്ത് കിട്ടി? വാല്യൂ ഓഫ് ദ ഇക്വിറ്റി കിട്ടി. ഇക്വിറ്റി കിട്ടിക്കഴിഞ്ഞാൽ K ഈസ് ഈക്വൽ ടു EBIT അല്ല, ഇവിടെ EBT ആണ് വരാൻ കൊടുത്തപ്പം മാറിയുന്നത്. K എന്താണ് വരിക? EBT ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. അതല്ലേ K വരിക. അപ്പോൾ K നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ K ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. KDയും KOയും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻ നമ്പർ 6. Alpha and Beta Limited are identical except for capital structure. Alpha has 50% debt and 50% equity, whereas Beta Limited has 20% debt and 80% equity. All percentages are in market value terms. The borrowing rate per both companies is 8%. In a no-tax world and capital markets are assumed to be perfect. ഇതെന്തിനാണ് നോ ടാക്സ് വേൾഡ്? നോ ടാക്സ് വേൾഡ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഒന്നും എഫക്റ്റ് ചെയ്യാത്ത, അതായത് നമ്മൾ ഈ അപ്രോച്ചിൽ, നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിലും ഈ അപ്രോച്ചിലും ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ടാക്സ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഈ നോ ടാക്സ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട്, അതായത് ടാക്സ് കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു ഇൻഡിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് നോ ടാക്സ് വേൾഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ അസ്യൂംഡ് ടു ബി പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ഇപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ എപ്പോൾ ചെന്നാലും നമുക്ക് എന്ത് കിട്ടും? ഫണ്ട് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും എന്നുള്ള, അതായത് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും ഫണ്ട് മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ള അസംപ്ഷനാണ് ഇത്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ അസ്യൂംഡ് ടു ബി പെർഫെക്റ്റ്. നമ്മളിപ്പം മാർക്കറ്റിൽ പോയിട്ട്, അതായത് നമ്മളിപ്പോൾ ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ, ബാങ്കിൽ പൈസ ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ കുടുങ്ങിയില്ലേ? കാരണം ചിലപ്പോൾ ആ പൈസ ഇല്ലാത്തതിനെ കൊണ്ട് എന്ത് ചെയ്യും? ചിലപ്പം ഡിലേസ് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൂടാനോ, ഡിമാൻഡ്, ഇപ്പം തീരെ ഫണ്ടില്ലാത്ത കേസാണ്, ചിലപ്പം എന്ത് ചെയ്യും? വലിയ ഇൻട്രസ്റ്റ് കൂട്ടാൻ അങ്ങനത്തെ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഇല്ലാതെക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നതെന്നുള്ളൂ. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ അസ്യൂംഡ് ടു ബി പെർഫെക്റ്റ്. ഇഫ് യു, ഇനി ക്വസ്റ്റ്യൻ വരുന്നത് A1, ഇഫ് യു ഓൺ 2% ഓഫ് ദ സ്റ്റോക്ക് ഓഫ് ആൽഫ ലിമിറ്റഡ്, വാട്ട് ഈസ് യുവർ റിട്ടേൺ ഇഫ് കമ്പനി ഹാസ് ദ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ്
3,60,000 and overall cost of capitalization rate of the company is 18%. Question number 1. Question number 2. What is the implied required rate of return on equity? അതുപോലെ തന്നെ if beta has the same operating as alpha, what is the implied required rate of return of beta? Why does it different from that of alpha? ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കും ഊതെന്തോ വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പിന്നെ ഓരോന്ന് തന്ന എന്തൊക്കെയാണ്? EBIT തന്നിട്ടുണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ EBIT ആണ്. ഓക്കെ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം EBIT ആണ്. അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? KO ആണ്, അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പിന്നെ വാട്ട് ഈസ് ഇംപ്ലൈഡ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് KE ആണ് ഉദ്ദേശിക്കുന്നത്. ഇംപ്ലൈഡ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നതുകൊണ്ട് KE ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം IRR അങ്ങനെയൊക്കെ പറയാം, ഇംപ്ലൈഡ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതുപോലെ തന്നെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്സ് ഓഫ് വേർഡ്സ് ഉണ്ടാവും. അപ്പം ഇതിൽ ഇംപ്ലൈഡ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ KE ആണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ആൽഫ ലിമിറ്റഡ്, പിന്നെ ബീറ്റ ലിമിറ്റഡ്. ആൽഫ ലിമിറ്റഡിൽ EBIT എത്രയാണുള്ളത്? അതായത് ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, ഇഫ് ബീറ്റ ഹാസ് ദ സെയിം ഓപ്പറേറ്റിംഗ് ആസ് ആൽഫ, വാട്ട് ഈസ് ദ ഇംപ്ലൈഡ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ബീറ്റ? അതായത് ഇത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ബീറ്റൻ്റെ KE ആണ് ചോദിക്കുന്നത്. ബീറ്റൻ്റെ KE കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? ബീറ്റൻ്റെ വാല്യൂ ഓഫ് ദ ഫേം കിട്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ആൽഫയിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആൽഫ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം. ഇപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ടോട്ടലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ എന്ന് ഇട്ടിട്ട് എൻ്റെ 1ൻ്റെ ആൻസർ ഇത്ര എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുക്കുക. ഇതിപ്പോൾ ഒരു വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യാം. ഇത് വർക്കിംഗ് നോട്ട്, എന്നിട്ട് എൻ്റെ 1ലെ ആൻസർ ഇത്ര, ഏല 1ലെ ആൻസർ 2 എന്താ ചോദിക്കുന്നത് വെച്ചാൽ ആ ആൻസർ ഇത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം, എന്നിട്ട് നോക്കാം. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കണ്ട, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്രയാണ് EBIT വരുന്നത്? EBIT വരുന്നത് 3,60,000 ആണ്. രണ്ട് കേസിലും 3,60,000 തന്നെയാണ്. പിന്നെ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ആൽഫൻ്റെ നോക്കാം, എന്നിട്ട് ബീറ്റൻ്റെ നോക്കാം. ആൽഫയിൽ എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്? ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കിട്ടണം? വാല്യൂ ഓഫ് ദ ഫേം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പം ഇതിൽ ഞാൻ വാല്യൂ ഓഫ് ദ ഫേം അടിയിൽ വർക്കിംഗ് ആയിട്ട് ഇവിടെ കൊടുത്തതാണ്. അതായത് ആദ്യം തന്നെ നമ്മൾ EBIT കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വാല്യൂ ഓഫ് ദ ഫേം.
ഈ 20 lakh എങ്ങനെയാണ് വരുന്നത്? 3,60,000 ഡിവൈഡഡ് ബൈ 18% ചെയ്താൽ എന്ത് കിട്ടും? വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. അതായത് EBIT ഡിവൈഡ് ബൈ KO ചെയ്തിട്ടാണ് വാല്യൂ ഓഫ് ദ ഫേം വരുന്നത്. രണ്ട് ഒരേ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉള്ള ഫേംസിന് എന്തായിരിക്കും? വാല്യൂ ഓഫ് ദ ഫേം സെയിം ആയിരിക്കും. അതായത് KO ഈക്വൽ ആണെങ്കിൽ, EBITയും KOയും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? വാല്യൂ ഓഫ് ദ ഫേം ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആദ്യം വാല്യൂ ഓഫ് ദ ഫേം നമ്മൾ കണ്ടുപിടിച്ചു, 20 lakh ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഡെപ്റ്റ് തന്നിട്ടുണ്ടോ? ഡെപ്റ്റ് തന്നിട്ടില്ല, ബട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൽഫ ഹാസ് 50% ഡെപ്റ്റ്. 50% എന്താണ്? ഡെപ്റ്റ് ആണുള്ളത്. അപ്പം എന്ത് ചെയ്യാം? നമ്മളെ ടോട്ടലായിട്ടുള്ള ഫണ്ട്സ്, ടോട്ടലായിട്ടുള്ള മാർക്കറ്റ് വാല്യൂ 20 lakh ആണ്. അതിൻ്റെ 50% ആണ് എന്ത് വരുന്നത്? ഡെപ്റ്റ് വരുന്നത്. ഡെപ്റ്റിന് മിക്കവാറും അൺലെസ് നമ്മളോട് പിന്നെ അതിൻ്റെ ബുക്ക് വാല്യൂ പറയാത്ത രീതിയിൽ മാർക്കറ്റ് വാല്യൂ തന്നെ ആയിരിക്കും അതിൻ്റെ ബുക്ക് വാല്യൂ വരുന്നത് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പം 20 lakh ഇൻറ്റു 50% ഇൻറ്റു 80%. 20 lakh ഇൻറ്റു 50% എന്ന് പറഞ്ഞാൽ എത്രയാണോ ഡെപ്റ്റ് ഉള്ളത് അത്രയും എമൗണ്ട് ആയി, ഇൻറ്റു 8% എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചാൽ അത് ചെയ്താൽ എത്ര കിട്ടും? 80,000 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? EBT കിട്ടി. 3,60,000 80,000 കുറച്ചാൽ EBT കിട്ടി. EBT കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടാം? അപ്പോൾ ഞാൻ ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം ഇവിടെ വേറൊരു കോളത്തിലാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, EBT കിട്ടിക്കഴിഞ്ഞാൽ EBT കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിവിടെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പിന്നെ ഡെപ്റ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഡെപ്റ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD. 80,000 ഡിവൈഡഡ് ബൈ 8% ഇസിക്കൽ ടു 10 lakh. ഇവിടെ 32,000 ഡിവൈഡ് ബൈ 8% ഈക്വൽ ടു 4 lakh. അത് നമുക്ക് പിന്നെ അപ്പോൾ അത് 10 lakh വരുന്നുണ്ട്. ഇനി വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക. വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ്? ടോട്ടൽ വാല്യൂന്ന് എന്ത് ചെയ്യുക? ഡെപ്റ്റിൻ്റെ വാല്യൂ ലെസ് ചെയ്താൽ എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. വാല്യൂ ഓഫ് ഇക്വിറ്റി എത്രയാണ് വരുന്നത്? 10 lakh ആണ് വരുന്നത്. ഇനി KE കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? KE ഈസ് ഈക്വൽ ടു EBT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി. അതായത് ഏർണിങ്സ് ഡിവൈഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി ചെയ്താൽ എന്ത് കിട്ടും? KE കിട്ടും. 2,80,000 ഡിവൈഡ് ബൈ 10 lakh ഇസ് ഈക്വൽ ടു 28% എന്ന് കിട്ടി. ഓക്കെ, ഇത് മനസ്സിലായോ? അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക? ബീറ്റൻ്റെ ചെയ്യുക. ബീറ്റയിൽ എത്രയാണ്? 3,60,000 ആണ് EBIT. അത് വാല്യൂ ഓഫ് ദ ഫേമും അതിൽ സെയിം ആയിരിക്കും. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റ് വരുന്നത് 20 lakhൻ്റെ 20% ആണ് എന്ത് വരുന്നത്? ഡെപ്റ്റ് വരുന്നത്. അതിൻ്റെ 8% ചെയ്യുക. അപ്പോൾ 32,000 എന്ന് വരും. എന്നിട്ട് ആ 32,000 EBIT നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? EBT കിട്ടും. ഈ EBT എന്നിട്ട് ഈ EBT നമ്മൾ ഇവിടെ ജസ്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് പിന്നെ ഡെപ്റ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഡെപ്റ്റിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 32,000 ഡിവൈഡ് ബൈ 8% ഈക്വൽ ടു 4 lakh ആണ് ഡെപ്റ്റിൻ്റെ വാല്യൂ വരുന്നത്. അപ്പം ഇനി വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക. അതായത് 16 lakh ആണ് വരുന്നത്. 20 lakh നിന്ന് 4 lakh കുറച്ചാൽ 20 lakh നിന്ന് 4 lakh കുറച്ചാൽ എത്ര കിട്ടും? 16 lakh ആണ് വാല്യൂ ഓഫ് ഇക്വിറ്റി വരുന്നത്. ഈ വാല്യൂ ഓഫ് ഇക്വിറ്റി നമ്മൾ എന്ത് ചെയ്യുക? KE കണ്ടുപിടിക്കാൻ EBT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി ചെയ്താൽ KEയും കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണുള്ളത്? ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം ഇതിൽ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ? അപ്പം ആദ്യം A എന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യുക? റിട്ടേൺ ഓൺ 2% സ്റ്റോക്ക് ഓഫ് ആൽഫ ലിമിറ്റഡ്. ഇത് ചോദിക്കുന്നത് നിങ്ങളോട് ജസ്റ്റ് വാല്യൂ ഓഫ് ദ ഫേമും അതിൻ്റെ ഇൻകം പിന്നെ വാല്യൂ ഓഫ് ദ ഫേമും KEയും കണ്ടുപിടിക്കാനല്ല ചോദിക്കുന്നത്. ഇഫ് യു ഓൺ 2% ഓഫ്
ദ സ്റ്റോക്ക് ഓഫ് ആൽഫ ലിമിറ്റഡ്. ആൽഫ ലിമിറ്റഡിന്റെ 2% സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ റിട്ടേൺ ഇഫ് കമ്പനി ഹാസ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അതായത് 2% ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് എത്രയാണ് ഇതിന്ന് ഇൻകം കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. 2% ഹോൾഡ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ആരാണ്? ഇക്വിറ്റി ഹോൾഡറാണ്. അപ്പം ആ ഇക്വിറ്റി ഹോൾഡർ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏണിങ്സ് ഫോർ ഇക്വിറ്റി ഹോൾഡർ എത്രയാണ് ഇവിടെ വരിക? അതായത് EBT ആയിരിക്കും ഇവിടെ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരിക. കാരണം ഇൻട്രസ്റ്റ് ഉള്ളതിനെ കൊണ്ട് ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് ആയിരിക്കും എന്ത് ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അപ്പോൾ EBT എത്രയാണ് വരുന്നത്? 3,60,000 മൈനസ് 80,000 ഈക്വൽ ടു 2,80,000 ആയിരിക്കും EBT വരുന്നത്. ഈ EBT എത്ര എല്ലാവർക്കും കൂടി ഉള്ളതാണ്? ഫുൾ 100% ഓഫ് ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ് എന്ത് EBT എന്ന് പറയുന്നത്. അപ്പം ഇതിന്ന് നമുക്കൊരു 2% ഉള്ള ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 2% ചെയ്താൽ എത്ര കിട്ടും? 2,80,000 ഇൻറ്റു 2% ഈക്വൽ ടു 5,600 ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇയാളുടെ ഇൻകം എന്ന് പറയുന്നത്. ഇൻകം ടു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5,600 ആയിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇംപ്ലൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ആൽഫ ലിമിറ്റഡ്. അതായത് എത്രയാണ് അവിടുത്തെ KE വരുന്നത്? KE എത്രയാണ് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ വർക്കിംഗ് നോട്ടായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കൊടുക്കുക 28%. പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇംപ്ലൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ബീറ്റ ലിമിറ്റഡ്. ബീറ്റ ലിമിറ്റഡിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബീറ്റ ലിമിറ്റഡിൻ്റെ ഓൾറെഡി നമ്മളെന്ത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ കൊടുക്കുക 20.5% എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ പോലെ ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ഡസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ആൽഫ ലിമിറ്റഡ്. ആൽഫ ലിമിറ്റഡിനേക്കാളും. അപ്പോൾ ഇതിൽ B ക്വസ്റ്റ്യനിലെ രണ്ടാമത്തത് നോക്കാം. എന്താണ് പറയുന്നത്? എന്താണ് ആ ഡിഫറൻസിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഡിഫറൻസിന് കാരണം? അതായത് ഇത് നമ്മൾ ഒരേ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്, ഒരേ ABIT ആണ് വരുന്നത്. അല്ല, ഒരേ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ല, ഒരേ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ബട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരേ EBIT ആണ് വരുന്നത്. അപ്പം എന്താണ് ഈ പിന്നെ ഒരേ KO ആണ് വരുന്നത്, എന്നിട്ടും എന്തുകൊണ്ട് ഈ KE മാറി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതെന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്ത് 20.5% ഈസ് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഓഫ് ബീറ്റ ലിമിറ്റഡ്. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒന്നിൽ ഡെപ്റ്റ് കൂടുതലാണ്, ഡെപ്റ്റ് 50ഉം അതുപോലെ തന്നെ ഇക്വിറ്റി 50 ആണ് അതിൽ വരുന്നത്. രണ്ടാമത്തേൽ വരുന്നത് 20% ഡെപ്റ്റ് ഉള്ളൂ, ബാക്കി ഫുൾ ഇക്വിറ്റി ആണ്. അപ്പോൾ അതനുസരിച്ച് ഒന്നിലെന്താണ് ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഒന്നിൽ ഡെപ്റ്റ് കൂടുതലായതിനെ കൊണ്ട് അതിൽ എന്തുണ്ട് അത്രയും കോസ്റ്റിൻ്റെ എന്ത് കിട്ടും? അത്രയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്ന ആ ഒരു ബെനിഫിറ്റ് കിട്ടും. ബട്ട് അതേ കേസിൽ തന്നെ ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വിറ്റി ഹോൾഡേഴ്സിന് എക്സ്പെക്റ്റേഷൻ കൂടുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ KE കൂടുന്നുണ്ട്. അപ്പം ആ ബെനിഫിറ്റ് അവിടെ സെറ്റപ്പ് ആയി പോകും. അപ്പോൾ ആ കേസിൽ KE എന്തായിരിക്കും? KE കൂടുതലായിരിക്കും. ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്താൽ KE കൂടുതലായിരിക്കും. ബട്ട് ആ ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് എന്തുണ്ടാവും? ആ ഒരു ചേഞ്ച് നമുക്കൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയേണ്ടതും. അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ബീറ്റ ലിമിറ്റഡ് ഇസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ആൽഫ ലിമിറ്റഡ് ഹാസ് മോർ ഡെപ്റ്റ് ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദാറ്റ് ഈസ് വൈ expectation of shareholders are high and return also by but the cost of debt is low. That is how both set up. ഇതന്നെയാണ് നമ്മൾ ആ കോൺസെപ്റ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ബീറ്റ ഈസ് ലെസ് ബിക്കോസ് uses less debt in capital structure but the return also lower.
ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം നോട്ടായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി ഇതും കൂടി നിങ്ങൾ എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. പോയിന്റ് ടു ബി റിട്ടേൺ ഇൻ എക്സാമിനേഷൻ അണ്ടർ ദ നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ച് അല്ല, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആണ്. നെറ്റ് ഇൻകം അപ്രോച്ച് നമ്മൾ ഏതാണ്, ആദ്യത്തേതാണ് നെറ്റ് ഇൻകം അപ്രോച്ച്. ഇത് നെറ്റ് ഓപ്പറേറ്റിംഗ് income approach. The decline the equity capitalization rate of offset with disadvantage of not employing so much debt in the way of cheaper debt funds, hence cost of capital remains constant. അതായത് ഇതൊന്നുമില്ല, ഇതിങ്ങനെ ഇങ്ങനത്തെ വേർഡ്സ് തന്നെ നിങ്ങളെ വേർഡ്സിൽ എഴുതിയാലും വലിയ പ്രശ്നം ഇല്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതുക, അല്ലെങ്കിൽ നിങ്ങളെ വേർഡ്സിലായിട്ട് എഴുതിയാലും മതി. അതായത് അണ്ടർ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഡിക്ലൈൻ ദ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. അതായത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഡിക്ലൈൻ ചെയ്യുന്നത് ഓഫ്സെറ്റ് വിത്ത് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് നോട്ട് എംപ്ലോയിങ് സോ മച്ച് debt in the way of cheaper debt funds, hence cost of capital remains constant. അതായത് ഇത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കുറയുന്നത് എപ്പോഴാണ്, നമ്മളെ ഡെപ്റ്റ് കുറച്ച് യൂസ് ചെയ്യുമ്പോഴാണ്. ഈ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചീപ്പ് സോഴ്സ് ഓഫ് ഫണ്ടാണ്, അതിന് കോസ്റ്റ് കുറവാണ്. അപ്പോൾ ആ കോസ്റ്റ് കുറവുള്ളത് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. ആ ബെനിഫിറ്റ് കിട്ടാത്തതിനെ കൊണ്ട് നമ്മൾ ഈ ഇക്വിറ്റിൻ്റെ കോസ്റ്റ് കുറവായതിൻ്റെ ബെനിഫിറ്റും ഇക്വിറ്റിൻ്റെ കോസ്റ്റ് കുറവായതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എവിടെ പോകുന്നു, ഇവിടെ നമ്മൾ കുറച്ച് ഡെപ്റ്റ് യൂസ് ചെയ്തതിനെ കൊണ്ട് ആ ഒരു ബെനിഫിറ്റ് കൂടുതൽ യൂസ് ചെയ്താൽ കിട്ടുന്ന ആ ബെനിഫിറ്റ് പോയത് ഈ ഇക്വിറ്റിയിൽ ബെനിഫിറ്റ് കിട്ടിയതും ഇത് രണ്ടും കൂടി സെറ്റ് ഓഫ് ആയി പോകുന്നു എന്നാണ്. അത് നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം തന്നെയാണ് കോൺസെപ്റ്റും ഒക്കെ. ഒന്ന് വേർഡിങ്സ് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്നെങ്കിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ മുകളിൽ കൊടുത്ത മാതിരി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് വലിയ പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് കോൺസെപ്റ്റൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായില്ലേ. അതായത് ഇവിടെ കെ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, കെയും അതുപോലെ തന്നെ കെ ഡിയും കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഓരോന്നിലും എന്താണ് കോൺസ്റ്റന്റ്, എന്താണ് ചേഞ്ച് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെപ്സ് ആദ്യം തന്നെ നമ്മൾ ഇ ബി ടിയും നമ്മൾ ആദ്യം കണ്ടുവെക്കുക ജസ്റ്റ്. എന്നിട്ട് വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക, വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുക, നിങ്ങളിതിൽ വേണമെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്താലും മതി. ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ എങ്ങനെയായാലും നിങ്ങളെ കൺവീനിയൻസിന് ചെയ്താൽ മതി. ബട്ട് പ്രസൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് സ്റ്റെപ്പ് 2-ൽ സ്റ്റെപ്പ് 1-നെ സ്റ്റെപ്പ് 4 ആക്കി മാറ്റുക. അതുപോലെ തന്നെ ബാക്കിയുള്ളത് സ്റ്റെപ്പ് 2 1, സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 2, സ്റ്റെപ്പ് 4 3 അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യുക. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കുക, എന്നിട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് ഇ ബി ടി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, കെ ഇ എന്താണ് ഇ ബി ടി ഡിവൈഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ചെയ്താൽ എന്ത് കിട്ടും, കെയും കിട്ടും. ഓക്കെ, ഇതിൻ്റെ നോട്ട്സ് ഞാൻ എഡിറ്റ് ചെയ്തത് ഇതിൽ ടെലഗ്രാമിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാനൊരു ഈ ക്ലാസ് ഫുൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്താണ്,
മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് വിത്തൗട്ട് ടാക്സ്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഏതില്? ഇറലവൻസ് തിയറിയിലെ രണ്ടാമത്തെ മെത്തേഡാണിത്. ഇറലവൻസ് തിയറിയിലെ രണ്ടാമത്തെ മെത്തേഡാണ് മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് വിത്തൗട്ട് ടാക്സ്. ടാക്സിന്റെ എഫക്റ്റ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ മോഡിഗ്ലിയാനി മില്ലർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇയാൾ ആദ്യം പിന്നെ വിത്തൗട്ട് ടാക്സിലും പിന്നെ വിത്ത് ടാക്സിലും ഒക്കെയാണ് ഇയാൾ തന്നെ ഉണ്ടാക്കിയ രണ്ട് തിയറീസാണ് മോഡിഗ്ലിയാനി മില്ലർ വിത്ത് ടാക്സും വിത്തൗട്ട് ടാക്സും. ആദ്യം ഇയാൾക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, വിത്തൗട്ട് ടാക്സ് ചെയ്തിട്ട് അതായത് റെലവൻസ് ഇല്ല, ഈ ഡെപ്റ്റിനെ കൊണ്ട് റെലവൻസ് ഒന്നും ഇല്ല എന്നായിരുന്നു അയാളുടെ ആദ്യത്തെ എന്തെന്ന് പറയുന്നത് തിയറി എന്ന് പറയുന്നത്. ഡെപ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളെ പിന്നെ കമ്പനീൻ്റെ വാല്യൂ കൂടുന്നോ കുറയുന്നോ ഇല്ല, അത് എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നതിനെ കൊണ്ടാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു ഇയാളുടെ ആദ്യത്തെ വാദം എന്ന് പറയുന്നത്. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇയാളെന്ത് പറഞ്ഞു, മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് വിത്ത് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഈ ഡെപ്റ്റ് ഉള്ളതിനെ കൊണ്ട് എന്തുണ്ട്, ടാക്സിൻ്റെ ഒരു സേവിങ് ഉണ്ട്. ആ ടാക്സ് സേവിങ് നമുക്ക് വാല്യൂ ഓഫ് ദ ഫേമിനെ ഇൻക്രീസ് ചെയ്യുന്നുള്ള രീതിയിൽ, അതായത് ഡെപ്റ്റ് റെലവൻസ് ആണെന്നുള്ള രീതിയിൽ ഇയാൾ പിന്നെ മാറ്റി പറയുകയും ചെയ്തു. ഇത് രണ്ടും ഇയാൾ തന്നെയാണ്. ഒന്ന് വിത്തൗട്ട് ടാക്സ് ആണ് ഇറലവൻസ് തിയറിയിലുള്ളത്. അപ്പോൾ ഈ ഇറലവൻസ് തിയറിയിലുള്ള ഇത് നമുക്ക് നോക്കാം. മറ്റേ വിത്ത് ടാക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് വിത്തൗട്ട് ടാക്സ്, it is same as the net operating income approach, but there are extra some equations. Value is equal to EBIT by KO. EBIT by KO തന്നെയാണ്. അതായത് ഇത് നമ്മൾ നേരത്തെ, അതായത് മുന്നേ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കണ്ട നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഇല്ലേ, അതേപോലെ തന്നെയാണ് ഇത് ചെയ്യലും എല്ലാമൊക്കെ. ബട്ട് ഇതിലൊരു ഇക്വേഷൻ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഇക്വേഷൻ എക്സ്ട്രാ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡെറിവേഷൻ വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഡെറിവേഷൻ എങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ, ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളെ ഡെറിവേഷൻ എഴുതുകയെന്നൊന്നും പറഞ്ഞ് ചോദിക്കില്ല. അപ്പം ആദ്യം തന്നെ ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ KO എന്ന് പറഞ്ഞാൽ എന്താണ്. KO എന്ന് പറഞ്ഞാൽ KEWE പ്ലസ് KDWD ആണല്ലോ. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനെ അതിൻ്റെ വെയ്റ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും, അതായത് ഇക്വിറ്റിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും, KDനെ അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുമാണ്. ഓക്കെ, അത് റെഡിയാണോ? അത് റെഡിയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷനാണ് ഈ കെയിൻ്റെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിനെ തിരിച്ചും മറിച്ചു വിട്ടാൽ, അതായത് ഇത് പ്യുവർ മാത്തമാറ്റിക്സ് തന്നെയാണ്. ഇതിലെങ്ങനെ വരുന്നത് വെച്ചാൽ, ഇത് K = K ഇൻറ്റു ഈ വെയിറ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റിൻ്റെ വെയിറ്റ്, അതായത് ടോട്ടൽ ഫണ്ട്സിൽ ഇക്വിറ്റിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളതാണ്. ടോട്ടൽ ഫണ്ട്സ് എന്താണ്? ഇക്വിറ്റി ഡിവൈഡഡ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. ഇതല്ലേ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു 100 lakh ഉണ്ട്, ഇക്വിറ്റി 50 ആണ്, ഡെപ്റ്റ് 50 ആണെങ്കിൽ 50% ആയിരിക്കും വെയിറ്റ് എന്ന് പറയുന്നത്. ആ വെയിറ്റ് എങ്ങനെയാണ് വരുന്നത്? 50 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ അല്ലേ ആ വെയിറ്റ് വരുന്നത്. അപ്പോൾ അതന്നെയാണ് ഇവിടെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇ ഡിവൈഡ് ബൈ ഇ പ്ലസ് ടി പ്ലസ് കെ ഡി ഇൻറ്റു എന്താണ് ഡി ഡിവൈഡഡ് ബൈ ഇ പ്ലസ് ഡി. ഓക്കെ, അത് കിട്ടി.
ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടോ, ഇവിടെ കെ ഇ ഇൻറ്റു ഇ ബൈ ഇ പ്ലസ് ഡി, കെ ഡി ഇൻറ്റു ഡി ബൈ ഇ പ്ലസ് ഡി. ഇത് രണ്ടിലും, അതായത് പ്ലസ് ചെയ്യുന്ന രണ്ട് സ്ഥലത്തും ഇത് കോമൺ ആണ്. ഇ ബൈ ഇ പ്ലസ് ഡിവൈഡ് ബൈ ഇ പ്ലസ് ഡി എന്ന് പറഞ്ഞത് കോമൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. കോമൺ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കെ ഇ ഇൻറ്റു ഇ പ്ലസ് കെ ഡി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ഇ പ്ലസ് ഡി. ഇ പ്ലസ് ഡി ആയിട്ട് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, കെ ഒ നമുക്കിവിടെ എന്താ വേണ്ടത്, കെ ഇ അല്ല വേണ്ടത്. അപ്പോൾ കെ ഒ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കെ ഒ ഇൻറ്റു ഇ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു കെ ഇ പ്ലസ് കെ ഡി ഡി. അതായത് ഇ പ്ലസ് ഡീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, കെ ഒ ഇ പ്ലസ് ഡി. ഈ നമുക്ക് കെയിൻ്റെ കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കെയിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വേറെ ഇക്വേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ട് ഇവർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ എന്താക്കണം, കെ ഡി ഇൻറ്റു ഡി ഇവിടെ പ്ലസ്സിലുണ്ട്, കെ ഇ പ്ലസ് കെ ഡി ഡി ഉണ്ട്. അപ്പോൾ ഈ കെ ഡി ഡീനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും, പ്ലസ് ഉള്ളത് ഇവിടെ മൈനസ് ആവും, കെ ഡി ഡി ആയി മാറി. ഈക്വൽ ടു കെ ഇ. ഇവിടെ നമുക്ക് കെ ഇ വേണ്ട, കെ ഇ മാത്രമായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ കെ ഇനെ, അതായത് മൾട്ടിപ്ലിക്കേഷനിലുള്ള ഇനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താവും, അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അതായത് കെ ഒ ഇൻറ്റു ഇ പ്ലസ് ഡി എന്നുള്ള ഈ ബ്രാക്കറ്റ് ഉള്ളത് നമുക്ക് ഒഴിവാക്കാം. അപ്പം കെ ഒ ഇ പ്ലസ് കെ ഒ ഡി മൈനസ് കെ ഡി ഡി ഇസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു ഇ. ഡിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാത്തിൻ്റെയും അടിയിലേക്ക് വരും, കെ ഒ ഇ ഡിവൈഡഡ് ബൈ ഇ, കെ ഒ ഡി ഡിവൈഡഡ് ബൈ ഇ മൈനസ് കെ ഡി ഡി ഡിവൈഡഡ് ബൈ ഇ. അപ്പോൾ ഈക്വൽ ടു കെ എന്ന് വരും. ഇവിടെ ഇയും വെട്ടിപ്പോകും. അതുപോലെ തന്നെ ബാക്കിയുള്ളത് എഴുതാം. ബാക്കിയുള്ള എന്താണ്, കെ ഒ പ്ലസ് കെ ഒ ഡി മൈനസ് കെ ഡി ഡി ഹോൾ ഡിവൈഡഡ് ബൈ ഇ. ഇത് രണ്ടിലും ഈ കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി മൈനസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡി കോമൺ ആണ്. അപ്പോൾ ഡി കോമൺ ആക്കി എടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിലും ഇത് വെറുതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇതിൽ ടൈം കളയണ്ട, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കണ്ടാൽ മതി. കാരണം ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് മാത്രം വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ വെറുതെ ഇത് നോക്കി വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കണ്ട. പിന്നെ കെ ഒ പ്ലസ് ഡി ഇൻറ്റു കെ ഒ മൈനസ് കെ ഡി ഡിവൈഡഡ് ബൈ ഇ ഈക്വൽ ടു കെ ഇ. ഇതന്നെയാണ് ഇക്വേഷൻ വരുന്നത്. നോക്ക്, ഇവിടെ എന്താ ഇക്വേഷൻ വരുന്നത്, കെ ഇ ഈസ് ഈക്വൽ ടു കെ ഒ പ്ലസ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഇൻറ്റു കെ ഒ മൈനസ് കെ ഡി. ഇതന്നെയാണ് ഇവിടെ വരുന്നത്. കണ്ടോ, കെ ഒ പ്ലസ് ഡെപ്റ്റ് ഇൻറ്റു കെ ഒ മൈനസ് കെ ഡി ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഉണ്ടോ, ഇതാണ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഇൻറ്റു കെ ഒ മൈനസ് കെ ഡി. അപ്പോൾ
ഇങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് വന്നത്. ഇതിപ്പോൾ ഞാൻ ഇത് ഈ ഡെറിവേഷൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. ഇത് എങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് എക്സ്ട്രാ ഉണ്ടാവുന്നേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് വിത്തൗട്ട് ടാക്സ് ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ അത് ഇറലവൻസ് തിയറി ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, വിത്തൗട്ട് ടാക്സിൽ. വിത്തൗട്ട് ടാക്സിൽ ഡെപ്റ്റ് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതിലും എന്താണ് വരുന്നത്, കെ ഇ ചേഞ്ച് ചെയ്യും, കെ ഡിയും ആൻഡ് കെ ഒ കോൺസ്റ്റന്റും ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ മുകളിൽ കണ്ട അതേ സംഭവം തന്നെയാണ്, ജസ്റ്റ് ഒരു ഇക്വേഷൻ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് അപ്രോച്ച് ചെയ്യുമ്പം വിത്ത് ടാക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റിലേക്ക് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആയിട്ട് ചെയ്യാം, ആ ടൈം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഡെറിവേഷൻ നിങ്ങൾ നോക്കണമെന്നില്ല, ഈക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഈക്വേഷൻ പഠിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇത് എങ്ങനെ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ജസ്റ്റ് ഡെറിവേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ വെയ്റ്റ്സ് അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്തതാണ്, ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഇതെന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഓരോന്നിലും കെ ഒ എന്ന് പറഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഈക്വിറ്റി ഇൻറ്റു കെ ഒ മൈനസ് കെ ഡി. ഓക്കെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.